ഹലോ കൂട്ടുകാരെ, ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ രാവിലെ എണീറ്റു റെഡിയായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞാൻ നേരെ പള്ളാത്തുരുത്തിലോട്ടാണ് പോയത്. ഞാൻ എത്തുന്നതിന് മുമ്പ് ഹൗസ് ബോട്ട് അവിടെ എത്തിയായിരുന്നു. ഗസ്റ്റ് വരാൻ ഇച്ചിരി നേരം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ബോട്ടിലെ ചേട്ടൻ ലഗേജ് എല്ലാം പേർക്ക് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനതെല്ലാം കൊണ്ടേ വണ്ടിയിൽ വെച്ചു. അപ്പോൾ ഗസ്റ്റ് വന്നു. ഞങ്ങൾ നേരെ പോയത് ജഡായിലോട്ടായിരുന്നു. നേരെ ഗസ്റ്റിനെ ഇറക്കി പാർക്കിംഗ് സ്ലിപ്പും മേടിച്ച് വണ്ടി നേരെ കൊണ്ട് പാർക്കിങ്ങിലിട്ടു. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എന്നാൽ പിന്നെ നിന്ന് ജഡായു വയ്ക്കൊന്ന് കാണാമെന്ന് കരുതി പുറത്തിറങ്ങി. ഇതാണ് ജഡായുവിൻ്റെ മെയിൻ എൻട്രൻസ്. നല്ല തിരക്കാണ്. ടിക്കറ്റ് എടുക്കാന്നുള്ള ഒരു ക്യൂ ആണ് കാണുന്നത്. ഒരു ചായ കുടിക്കാമെന്ന് കരുതി നേരെ പുറത്തിറങ്ങി ഒരു ചായയും കുടിച്ചു. ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കാനായിട്ട് പോയപ്പം ഗസ്റ്റിനെ വിളിച്ചു പറഞ്ഞു വരാൻ ലേറ്റ് ആകും, ഊണ് കഴിക്കുന്നെങ്കിൽ കഴിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ നേരെ അതിൻ്റെ അടുത്തുള്ളൊരു ഊണ് കഴിക്കാനുള്ള കടയുണ്ട്. ഇവിടെ നിന്നാണ് സ്ഥിരം ഞാൻ ഊണ് കഴിക്കാറ്. നല്ല ഫുഡാണ്. ഒരു ഊണും കഴിച്ചു. കുറച്ചു നേരം കിടക്കാമെന്ന് കരുതി വണ്ടിയിൽ കിടന്നപ്പോഴാണ് ഗസ്റ്റിനെ വിളിച്ചു. ഞങ്ങൾ വരുവാണ്, നമുക്ക് പോയേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരും കൂട്ടി നേരെ ഞങ്ങൾ പോയത് കോവളത്തിനടുത്തുള്ള സമുദ്ര ബീച്ചിൻ്റെ അടുത്തുള്ള ഉദയസമുദ്ര എന്ന് പറഞ്ഞ റിസോർട്ടിലാണ്. UDS എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പാർക്കിംഗ് ഇച്ചിരി താമസം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ നേരെ ബീച്ചിലോട്ട് പോയി ഒരു ചായയും കുടിക്കാമെന്ന് കരുതി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സെക്യൂരിറ്റി ചേട്ടൻ വിളിച്ച് പാർക്കിംഗ് ആയെന്ന് പറഞ്ഞു. വണ്ടി നേരെ കൊണ്ട് പാർക്കിങ്ങിലിട്ടു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നിങ്ങൾക്ക് താമസിക്കാനുള്ള മുറി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. നേരെ ചെന്നു. ഈ ബിൽഡിങ്ങിലാണ് നമുക്ക് താമസിക്കാനുള്ള മുറിയുള്ളത്. ഇതാണ് എൻ്റെ റൂം. അത്യാവശ്യം നല്ല ബെഡും കാര്യങ്ങളുണ്ട്. എന്നാൽ പിന്നെ ഒരു കുളി ആകാലെന്ന് കരുതി നേരെ പോവുകയാണ്. ബൈ.